ഹലോ സുഹൃത്തുക്കളെ, ഞാൻ മുനീർ പുത്തൂപ്പാടം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും നാട്ടിൽ ഇപ്പോൾ ഒരു വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഞാനും എൻ്റെ നാട്ടിലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ എല്ലാവർക്കും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വന്യജീവി ആക്രമണം, കൃഷി നശിപ്പിക്കല്. നമുക്കറിയാം, ഞങ്ങളുടെ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകളും കർഷകരാണ്. സ്വന്തമായ ഭൂമിയിൽ കൃഷി ഉണ്ടാക്കിയും മറ്റുള്ളവരിൽ നിന്ന് പാട്ടഭൂമി എടുത്ത് കൃഷി ചെയ്തുമൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് വലിയൊരു ഭീഷണിയായി മാറിയൊരു സംഗതിയാണ് ഈ വന്യജീവി ആക്രമണം. വന്യജീവി എന്ന് പറയുമ്പോൾ കാട്ടുപന്നി, പ്രത്യേകിച്ച് കാട്ടുപന്നികൾ ഈ കൃഷിയിടങ്ങളിലേക്ക് രാത്രികാലങ്ങളിൽ കൂട്ടമായി വന്നുകൊണ്ട് കൃഷി ചെയ്ത, അതല്ലെങ്കിൽ വിളവെടുപ്പാറായ, അതല്ലെങ്കിൽ വാഴ ഒക്കെ നശിപ്പിക്കുകയും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കർഷകരാകെ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്. നമ്മുടെ പ്രാദേശിക ഭരണകൂടമായ പഞ്ചായത്തും അതല്ലെങ്കിൽ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരൊക്കെ കാര്യമായി ഈ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് എങ്കിൽ പോലും ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് ഇതെത്തുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇന്ന് ഒരു ആശങ്കയായി തുടരുകയാണ്. ഈ വിഷയത്തിൽ ഒരു ഇടപെടലുകൾ ബന്ധപ്പെട്ടവരിൽ നിന്ന് ഇനിയും ഉണ്ടാവണം. ഇതുവരെ ഉണ്ടായില്ല എന്നല്ല പറയുന്നത്, ഇനിയും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന അനേകം ആളുകളുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. നമുക്കറിയാം, ഇന്ന് വന്യജീവി ആക്രമണം നമ്മുടെ ഈ കൃഷിയിടങ്ങളിൽ മാത്രമല്ല, മലയോര മേഖലകളിലൊക്കെ നമ്മൾ നിരന്തരം ഈ വിഷയം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളെ ആന ചവിട്ടിക്കൊല്ലൽ, അതല്ലെങ്കിൽ കടുവ കൊന്ന കേസ്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികള് സമരങ്ങൾ പോലും നടത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഈ ഒരു വിഷയത്തിൽ ഇനിയും പഴയകാല നിയമങ്ങളൊക്കെ പരിഷ്കരിച്ചുകൊണ്ട് ഈ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെയും സാധാരണക്കാരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഭരണകൂടത്തിൽ നിന്നും ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ ആവശ്യപ്പെടാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്.